നമസ്കാരം. അപ്പൊ നമ്മള് ഡയറക്ട് ടാക്സിലെ അസസ്മെന്റ് പ്രൊസീഡിങ്സ് എന്ന് പറയുന്ന പോർഷനാണ് നമ്മളിപ്പോ കവർ ചെയ്യാൻ പോകുന്നത്. അസസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരാളുടെ ഇൻകം എത്രയാണെന്ന് കമ്പ്യൂട്ടേഷൻ ചെയ്യുക, അതുമേ എത്രയാണ് ടാക്സ്, ഇൻട്രസ്റ്റ്, പെനാൽറ്റി കാര്യങ്ങളൊക്കെ അടയ്ക്കേണ്ടത് എത്രയാണെന്നുള്ള കമ്പ്യൂട്ടേഷൻ ചെയ്യണതാണ് അസസ്മെന്റ്. അതായത് അസസ് ചെയ്യുക എത്രയാണെന്ന്. അപ്പോ നമ്മൾ എന്താണ് സാധാരണ ലെവലിൽ എന്ത് ചെയ്യും? ഒരു അസസി ആളുടെ സ്വമേധയ ആൾ എന്ത് ചെയ്യുന്നു? റിട്ടേൺ ഫയൽ ചെയ്യുന്നു. ഇത്രയാണ് ഇൻകം, ഇത്ര ആള് കമ്പ്യൂട്ടേഷൻ ചെയ്ത ഡിഡക്ഷൻസും റിബേറ്റും റിലീഫ് ഒക്കെ ഇത്ര രൂപയാണെന്നുള്ള ആൾ ക്ലെയിം ചെയ്യണു. അത് പ്രകാരം ഇത്ര രൂപ ടാക്സ് അടയ്ക്കണം. ആ ടാക്സ് അടയ്ക്കുന്നത് ചിലപ്പോ നമ്മൾ നേരത്തെ മുമ്പ് കവർ ചെയ്തിട്ടുള്ള അഡ്വാൻസ് ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടി വരും. അത് അടച്ചില്ലെങ്കിൽ ഇൻട്രസ്റ്റ്, പെനാൽറ്റി കാര്യങ്ങളൊക്കെ അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പൊ എല്ലാം കൂടെ ആൾ ഇത്ര രൂപ അടയ്ക്കും. ഇനി ചിലപ്പോ ചില ആൾക്കാർ റിട്ടേൺ ഫയൽ ചെയ്യാതെ എസ്കേപ്പ് ചെയ്ത് നടക്കുന്നുണ്ടാവാം. അപ്പോ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാവും നിങ്ങളെടുത്ത് റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ട്, നോട്ടീസ് അയക്കും. അപ്പോ സെൽഫായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യാതെ നോട്ടീസ് അയച്ചിട്ട് അതിന്റെ ബേസിൽ എന്ത് ചെയ്യുന്നുണ്ടാവും? അസസ് ചെയ്ത് റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ടാവും. അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അസസ് ചെയ്യും. ഇനി ചിലപ്പോ ഈവൻ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്താലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ചിലപ്പോൾ അത് എന്ത് ചെയ്യേണ്ടി വരും? നമ്മളെ ഏതാണോ നമ്മുടെ ജുറിസ്ഡിക്ഷണൽ അസസിങ് ഓഫീസർ വെച്ചാല് ആള് ചിലപ്പോ അത് അസസ് ചെയ്യുമ്പോൾ ആൾക്ക് എന്തെങ്കിലും അതിൽ പോരായ്മകളൊക്കെ തോന്നും. അപ്പൊ നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കും. അപ്പൊ അതിൽ എന്തോ കള്ളത്തരമുണ്ടെന്നോ അല്ലെങ്കിൽ ആൾക്കത് അസസ് ചെയ്യാനായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഇൻഫോർമേഷൻസ് മിസ്സിംഗ് ആയിട്ട് തോന്നി കഴിഞ്ഞാൽ അസസിങ് ഓഫീസർക്ക്, നമ്മുടെ ഇൻകം അസസ് ചെയ്യുന്ന ആൾക്ക് ആ അസസിങ് ഓഫീസർക്ക് നമ്മുടെ അടുത്ത് എന്ത് ചെയ്യാം? ഫർദർ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആളെടുത്ത് ഹാജരാക്കാൻ പറയാം. അതേപോലെ തന്നെ നമ്മുടെ അക്കൗണ്ട്സ് ഒക്കെ, അതായത് അക്കൗണ്ട്സ് ഭയങ്കര കോംപ്ലിക്കേഷൻ ആണ്, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ആളത് എടുക്കാൻ നിൽക്കുന്ന ആൾ എന്ത് ചെയ്യും? നമ്മുടെ അടുത്ത് പറയും നിങ്ങളിത് ഓഡിറ്റ് ചെയ്ത് കൊണ്ടുപോകാം. അപ്പൊ ഓഡിറ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആൾക്ക് കുറച്ചും കൂടെ എന്തുണ്ടായിരിക്കും? കുറച്ചും കൂടെ സുതാര്യതയിലുണ്ടായിരിക്കും. അങ്ങനെ ആൾക്ക് അതിന്റെ ബേസിൽ ഇൻകം ഒക്കെ അസസ് ചെയ്തിട്ട് നമ്മൾ എത്രയാണ് ടാക്സ് പേയബിൾ ആയിട്ടുള്ളത്, കറക്റ്റ് ആണോ അടച്ചിട്ടുള്ളത് എന്നൊക്കെ ആൾക്ക് വിലയിരുത്താനായിട്ട്. ഇനി നമ്മൾ ചിലപ്പോ ഓൾറെഡി ഈ അക്കൗണ്ട്സ് ഓഡിറ്റഡ് ആണെങ്കിൽ കൂടി തന്നെ അസസിങ് ഓഫീസർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ അക്കൗണ്ട്സ് ഒക്കെ വീണ്ടും ഓഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മുടെ അടുത്ത് പറയാവുന്നതാണ്. വേറെ ഓഡിറ്റേഴ്സിനുണ്ട്. ആ ഓഡിറ്റർ ആരാന്നുള്ളത് പ്രിൻസിപ്പൽ കമ്മീഷണറും കാര്യങ്ങളൊക്കെ ചീഫ് കമ്മീഷണറൊക്കെ പറയും ഇന്ന ആൾക്കാരെ ഓഡിറ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഓൾറെഡി ഓഡിറ്റ് ചെയ്ത് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ ഓഡിറ്റ് ചെയ്യേണ്ടത് ആരുടെ ആവശ്യമാണ്? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യം. അപ്പൊ ഓൾറെഡി ഓഡിറ്റ് ചെയ്ത ആൾക്കാരെ വീണ്ടും ഓഡിറ്റ് ചെയ്യാൻ പറയുമ്പോൾ ആ ഓഡിറ്റർ ആരെ നിർദ്ദേശിക്കുക? ആ പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ അല്ലെങ്കിൽ ചീഫ് കമ്മീഷണർ ആയിരിക്കും ഇന്ന ഓഡിറ്റർ കൊണ്ട് ഇവരെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യാന്ന് പറയാം. അപ്പൊ അതിന്റെ പൈസ അസസ് ചെയ്തെന്ന് പിടിക്കാൻ പറ്റത്തില്ല, സെൻട്രൽ ഗവൺമെന്റ് തന്നെ വഹിക്കേണ്ടതായിട്ട്. അപ്പൊ അസസ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രയാണ്. ഒരാളുടെ ടാക്സബിൾ ആയിട്ടുള്ള ഇൻകം എത്രയാണ്, ആളതും എത്ര ടാക്സ് അടക്കേണ്ടി വരും, എന്തെങ്കിലും ലേറ്റ് ഫീസുകൾ, അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് അടക്കേണ്ടതായിട്ടുണ്ടോ, പെനാൽറ്റി എന്തെങ്കിലും ഗവൺമെന്റിനായിട്ട് അടക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്താണ് ഈ അസസ്മെന്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോർമലി എന്താണ് ചെയ്യേണ്ടത്? ഓരോ അസസികളും അവരുടെ റിട്ടേൺ ഫയൽ ചെയ്യുന്നു. അതിന്റെ ബേസിൽ ഇത്ര രൂപ ഞാൻ അടയ്ക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ടാക്സ് അടച്ചു പോകുന്നു. ഇനി അത് ഡിപ്പാർട്ട്മെന്റിന് ഓക്കെ ആണെങ്കിൽ ഓക്കെ, അസസ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് റെഗുലർ അസസ്മെന്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇന്റിമേഷൻ തരും, ഇതാണ് അസസ്മെന്റ് കംപ്ലീറ്റ് ചെയ്തെന്ന് പറയാം. ഇനി അല്ല, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് പോരാ, നിങ്ങൾ സമർപ്പിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് തെറ്റാണെന്നോ അല്ലെങ്കിൽ ഫർദർ ഡീറ്റെയിൽസ് വേണമെങ്കിൽ അവർക്ക് അത് നമ്മുടെ അടുത്ത് ആവശ്യപ്പെടാം, നോട്ടീസ് ഇഷ്യൂ ചെയ്യാം. ഇനി നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണില്ല, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് നോട്ടീസ് അയച്ചു, അതിനൊന്നും നമ്മൾ റെസ്പോണ്ട് ചെയ്യണില്ലെങ്കിൽ എന്ത് ചെയ്യാം? അവർക്ക് അവരുടെ കഴിയുന്ന രീതിയിൽ നമ്മളെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാവുന്നതാണ്. അത് കളക്ട് ചെയ്തിട്ട് അവർക്ക് കിട്ടുന്ന ഇൻഫോർമേഷന്റെ ബേസിൽ അവർ എന്ത് ചെയ്യും? നമ്മുടെ അസസ്മെന്റ് കംപ്ലീറ്റ്. കാരണം നമ്മുടെ അടുത്ത് ചോദിച്ചു, നമ്മൾ ഇൻഫോർമേഷൻ കൊടുത്തില്ല, നോട്ടീസ് അയച്ചു ഒരു ഇൻഫോർമേഷൻ കൊടുത്തില്ല, റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടി നോട്ടീസ് അയച്ചു ഒരു ഇൻഫോർമേഷൻ നമ്മൾ റിട്ടേണിലൂടെയും കൊടുത്തില്ല, വേറെ ഇൻഫോർമേഷൻ സ്ക്രൂട്ടിനി ചെയ്യാനായിട്ട് നമ്മുടെ അടുത്ത് നേരിട്ട് ഹാജരാകാൻ പറഞ്ഞു, നമ്മൾ ചെയ്തില്ല. അപ്പൊ അവർക്ക് സാധിക്കുന്ന രീതിയിലുള്ള ഇൻഫോർമേഷൻ നമ്മളെ കുറിച്ച് കളക്ട് ചെയ്തിട്ട് ഇതാണ് നമ്മുടെ ഇൻകം എന്ന് പറഞ്ഞിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് സ്വമേധയാ എന്ത് ചെയ്യും? നമ്മുടെ ടാക്സ് അസസ് ചെയ്തിട്ട് ഇത്ര രൂപ അടയ്ക്കണം എന്നിട്ട് നമ്മൾക്ക് ഡിമാൻഡ് നോട്ടീസും കാര്യങ്ങളൊക്കെ അയക്കുന്നതാണ്. ഇതാണ് ടോട്ടലി എന്ത് ചെയ്യുന്നത്? അസസ്മെന്റ് പ്രൊസീഡിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ സെക്ഷൻ വൈസ് ഓരോ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്യാം. എന്തൊക്കെയാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ചെയ്യാൻ കഴിയുന്നത്, എന്തൊക്കെയാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് സ്റ്റഡി മീറ്റിൽ വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ അസസ്മെന്റ് പ്രൊസീഡിങ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മുടെ സെൽഫ് അസസ്മെന്റ് ആണ്, സെക്ഷൻ 140A.
അപ്പൊ സെൽഫ് അസസ്മെന്റ് എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ സെൽഫായിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ ഇൻകം ഇത്ര ഉണ്ടെന്നുകൊണ്ട് റിട്ടേണിലൂടെ കാണിക്കുന്നു. അതിന്റെ ബേസിൽ ഇത്ര നമുക്ക് ചാപ്റ്റർ 6 ഡിഡക്ഷൻസ് ഉണ്ട്, റിബേറ്റ് ഉണ്ട്, റിലീഫ് ഉണ്ട്, ഇതൊക്കെ ഡിഡക്ഷൻസ് ഒക്കെ കുറച്ചിട്ട് ഇത്രയാണ് എന്റെ ടോട്ടൽ ടാക്സബിൾ ഇൻകം. അപ്പൊ ഇത്ര രൂപ ടാക്സ് ആണ് ഞാൻ അടയ്ക്കേണ്ടത്. ഞാൻ റിട്ടേൺ ഫയൽ ചെയ്യാൻ ലേറ്റ് ആയി, അല്ലെങ്കിൽ ടാക്സ് അഡ്വാൻസ് ടാക്സ് അടയ്ക്കാൻ എത്ര ലേറ്റ് ആയി, അപ്പൊ ഇതിന്റെ ഇൻട്രസ്റ്റും പെനാൽറ്റി ഒക്കെ സഹിതം ഇത്ര രൂപയാണ് ഞാൻ അടയ്ക്കേണ്ട ടോട്ടൽ ടാക്സ് പേയ്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടയ്ക്കുന്നതിനെയാണ് സെൽഫ് അസസ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. സെക്ഷൻ 140A. ക്ലിയർ ആയല്ലോ എന്താണ് സെൽഫ് അസസ്മെന്റ് എന്ന് പറയുന്നത്? സെക്ഷൻ 140A. അപ്പൊ in self-assessment, assessee itself is responsible to determine its taxable income, tax liability and pay tax accordingly. Provision section 140A is as follows. അപ്പൊ ടാക്സ് പേയബിൾ എന്താണ്? ആഫ്റ്റർ ഡിഡക്ടിങ് റിലീഫ്, റിബേറ്റ്, അഡ്വാൻസ് പേയ്മെന്റ്, TDS, കളക്ടഡ് അറ്റ് സോഴ്സ്, മാറ്റ്, AMT ക്രെഡിറ്റ്. അപ്പോൾ സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രൊവിഷൻസും നമുക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള അപ്ലൈ ചെയ്യാം. അതും എത്ര രൂപ നമുക്ക് ടാക്സ് വരുന്നുണ്ട്, ഇൻട്രസ്റ്റ് വരുന്നുണ്ട്, പെനാൽറ്റി വരുന്നുണ്ട്, അതൊക്കെ കാണിച്ചിട്ട് നമ്മൾ ആ എമൗണ്ട് അടയ്ക്കുക. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൽഫായിട്ട് നമ്മൾ സ്വയം നമ്മുടെ ഇൻകം, നമ്മുടെ ടാക്സ് ലയബിലിറ്റി ഒക്കെ അസസ് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് സമർപ്പിക്കുന്നു. ആ ബാലൻസ് പേയ്മെന്റ് എത്ര വെച്ചാൽ നമ്മൾ അടയ്ക്കുന്നു. റീഫണ്ട് ആണെങ്കിൽ നമ്മൾ റീഫണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എടുത്ത് ക്ലെയിം ചെയ്യും. ഇതാണ് സെൽഫ് അസസ്മെന്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ ഇതിൽ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പോയിന്റ് ഉണ്ട്. A return furnished without paying self-assessment tax and interest, if any, shall be treated as a defective return. നമ്മൾ മുമ്പ് റിട്ടേണിന്റെ കാര്യത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഡിഫക്റ്റീവ് റിട്ടേൺ ഉണ്ട് അല്ലെ. അപ്പോ നമ്മൾ ഇത്ര രൂപ ഇൻകം ഉണ്ട്, ഇത്ര രൂപ ഞാൻ ടാക്സ് അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു, പക്ഷെ എന്ത് ചെയ്തില്ല? ഈ പറഞ്ഞിട്ടുള്ള ടാക്സോ ഇൻട്രസ്റ്റോ വരണമൊന്നും ഒന്നും അടച്ചിട്ടില്ല, ജസ്റ്റ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ എന്താ പറയണേ? അതിനെ ഡിഫക്റ്റീവ് റിട്ടേൺ എന്നാണ് പറയാം. ടാക്സ് അടയ്ക്കാത്ത നമ്മൾ വെറുതെ ചുമ്മാ റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അത് റിട്ടേൺ ഫയൽ ചെയ്തു എന്നുള്ള നിലയ്ക്ക് കൂട്ടില്ല, ഡിഫക്റ്റീവ് റിട്ടേൺ ആയിട്ട് കൂട്ടാം. ഇഫ് ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ ഫോർ ഡിലേഡ് ഫയലിംഗ് ഓഫ് റിട്ടേൺ 234A, if default in payment of advance tax under section 234B, for deferment of advance tax 234C or P. അതായത് അഡ്വാൻസ് ടാക്സ് അടച്ചില്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ 3 ക്വാർട്ടർ ആയിട്ട് ഇങ്ങനെ 15, 45, 75, 100 പ്രകാരം അടയ്ക്കണം എന്നുള്ളത്, അത് തെറ്റി. അപ്പൊ അതിനൊക്കെ ഇൻട്രസ്റ്റ് അടക്കേണ്ടി വരും. Or fee under section 234 is payable for filed after due date, then such interest or fee should be paid along with the self assessment tax. അപ്പൊ എന്തെങ്കിലും ഇൻട്രസ്റ്റും പെനാൽറ്റി ഒക്കെ ഉണ്ടെങ്കിൽ സെൽഫ് അസസ്മെന്റ് ടാക്സ് എത്രയാണ് അടയ്ക്കേണ്ടത് അതിന്റെ കൂടെ തന്നെ ചെയ്യേണ്ടതായിട്ട്. While calculating above interest for the purpose of self-assessment tax on the total income declared in return shall be considered. അപ്പൊ എത്രയാണ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത് എന്നുള്ളതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ സെൽഫ് അസസ്മെന്റ് ചെയ്യുമ്പോഴാണ് അല്ലെ. അപ്പൊ നമ്മൾ റിട്ടേണിൽ കാണിച്ചിട്ടുള്ള ഇൻകത്തിന്റെ പുറത്താണ് നമുക്ക് ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വരിക എന്നുള്ളത് നമ്മൾ കമ്പ്യൂട്ടേഷൻ ചെയ്തിട്ട്, കാരണം സെൽഫ് അസസ് ചെയ്യല്ലേ. Where the amount paid by the assessee falls short on the aggregate of tax, interest and fee. അതായത് നമ്മൾ അടയ്ക്കേണ്ട പൈസ, അതായത് ടാക്സ് ഉണ്ടാവും, ഇൻട്രസ്റ്റ് ഉണ്ടാവും, പിന്നെ ലേറ്റ് ഫീസ് ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അത് അടയ്ക്കുന്നത് നമ്മൾ കുറഞ്ഞു പോയി. അപ്പൊ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ആ പൈസ ആദ്യം ഏതടച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇൻകം ടാക്സ് ഏത് പൈസ കിട്ടി, എങ്ങനെയാണ് ഓർഡർ ആയിട്ട് ആ പൈസ അടച്ചത് നമ്മൾ സെറ്റിൽ ചെയ്യാനാണ് നോക്കുക. അതായത് ഇപ്പോ നമ്മൾ കുറച്ച് പൈസ അടച്ചു, അതായത് നമുക്ക് കുറച്ച് ടാക്സ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്, പെനാൽറ്റി ഉണ്ട്, ഫീസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ കുറവ് എമൗണ്ട് അടച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം ഏതിലേക്ക് അടച്ചു? ഓർഡർ ഓഫ് പേയ്മെന്റ് ഏതാണ്? ആദ്യം ഇൻട്രസ്റ്റ് അടച്ചു എന്നാണോ, അല്ലെങ്കിൽ ആദ്യം ഫീസ് അടച്ചതാണോ, അല്ലെങ്കിൽ ആദ്യം ടാക്സ് അടച്ചു? എങ്ങനെയാണ് ഇവർ സെറ്റിൽ ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. അപ്പൊ നോക്കി നോക്കൂ. വേർ ദ എമൗണ്ട് പെയ്ഡ് ബൈ ദ അസസി ഫോൾ ഷോർട്ട് ഓഫ് ദ aggregate ഓഫ് ടാക്സ്, ഇൻട്രസ്റ്റ് ആൻഡ് ഫീ, അതായത് ലേറ്റ് ഫീ, ദ എമൗണ്ട് ഫീ ഷാൽ ബി ഫസ്റ്റ് ബി അഡ്ജസ്റ്റഡ് ടുവേഴ്സ് ഫീസ്, ലേറ്റ് ഫീ. അപ്പൊ ആദ്യം നമ്മൾ കുറവ് എമൗണ്ട് അടച്ചെങ്കിൽ ആ അടച്ച പൈസ ആദ്യം ഏതിലേക്ക് വരവെക്കുക? ഫീ. അത് കഴിഞ്ഞിട്ട് ഇൻട്രസ്റ്റ്. അത് കഴിഞ്ഞിട്ടാണ് എന്തൊരിക്കും നമ്മുടെ ടാക്സിലേക്ക് ആയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പോ നമുക്ക് മൊത്തം ഒരു ടാക്സ് ആയിട്ട് ഒരു 1000 രൂപയുണ്ട്, ഇൻട്രസ്റ്റ് ആയിട്ട് ഒരു 500 രൂപയുണ്ട്, ഫീ ആയിട്ട് നമുക്കൊരു 600 രൂപയുണ്ട്. അപ്പൊ മൊത്തം അടയ്ക്കേണ്ട പൈസ എത്രയാ? 10,500, 11,100, 11,100 അല്ലെ. നമ്മളൊരു 9,000 രൂപ അടച്ചിട്ടുള്ളൂ. അപ്പൊ ഈ 9,000 രൂപ എന്തിലേക്ക് ആദ്യം വരവയ്ക്കുക? ആദ്യം 600 ഓക്കെ ഫീ അടച്ചു, പിന്നെ 9,000-ന് 500 അടച്ചു, അപ്പൊ 1,100 അടച്ചു. ബാക്കി എത്രയാണ്? 1,100, 9,000 കുറയ്ക്കുക. ബാക്കിയുള്ളത് നമ്മൾ എന്തിരിക്കും? സോറി, 9,000 അടച്ചെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മളിപ്പോ ഒരു 11,100, 10,000 ഉണ്ടാകും. 10,000 ആണ് ടാക്സ്. അപ്പൊ 10,500, 11,100 ഉണ്ട്. അങ്ങനെയാണ് പറഞ്ഞത്, 1000 അല്ല. അപ്പൊ 9,000 ആണ് നമ്മൾ അടച്ചതെങ്കിൽ 11,100 അടയ്ക്കണ്ടേ നമ്മള്?
അപ്പൊ അതിലേക്ക് 9,000 അടച്ചിട്ടുള്ളൂ. അപ്പൊ 9,000 അടച്ചത് എങ്ങനെ സെറ്റ് ചെയ്യാതെ? ആദ്യം ഫീസ് 9,000 വരവച്ചു, പിന്നെ ഇൻട്രസ്റ്റ് വരവച്ചു. അപ്പൊ 1,100 പോയി. ബാക്കിയുള്ള എമൗണ്ട് ആണ് എന്തിലേക്ക് ടാക്സിലേക്ക് കിട്ടിയിട്ടുള്ളൂ എന്ന് നമ്മൾ വരവയ്ക്കുള്ളൂ. ക്ലിയർ ആയല്ലോ? അപ്പൊ ആദ്യം 1,100 കുറച്ചു, ബാക്കി എത്രയാണ്? 7,900 അല്ലെ? 7,900 ആണ് ടാക്സിലേക്ക് കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് 2,100 ഇനി എന്തിനും കൂടി അടയ്ക്കാനുണ്ട്, ടാക്സിലേക്ക് കൂടി ടു ബി പേയബിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ക്ലിയർ അല്ലേ? അപ്പൊ ടാക്സ് 10,000, ഇൻട്രസ്റ്റ് 500, ഫീസ് 600, അങ്ങനെ 11,100 അടയ്ക്കാനുണ്ട്. നമ്മൾ ആകെ മൊത്തം 9,000 അടച്ചിട്ടുള്ളെങ്കിൽ ആദ്യം ഈ 9,000 വരവയ്ക്കുക, ഫീസിലേക്ക് കിട്ടി, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇൻട്രസ്റ്റ് കിട്ടി, ബാലൻസ് എമൗണ്ട് ടാക്സിലേക്ക് ബാലൻസ് സെറ്റ് ഓഫ് ചെയ്തിട്ട് ഇനി എത്ര രൂപയാണ് ടാക്സ് അടയ്ക്കാനുള്ളത്? 2,100 ടാക്സ് അടയ്ക്കുക. അതാണ് ഓർഡർ ഓഫ് നമ്മൾ സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. ഇനി ആഫ്റ്റർ അസസ്മെന്റ് any amount paid under this section shall be deemed to have been paid towards such assessment. If an assessee fails to pay whole or any part of such tax interest in both in accordance with the provisions of section 140A, he shall be deemed to be in assessing default. അപ്പോ ഏതെങ്കിലും എമൗണ്ട് മൊത്തമായിട്ടോ ചില്ലറയായിട്ടോ അടയ്ക്കാതിരുന്നെങ്കിൽ ആളെ അസസിങ് ഡിഫോൾട്ട് ആയിട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പൊ എന്തെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അപ്പൊ ആളെ നമ്മൾ അസസിങ് ഡിഫോൾട്ട് എന്ന് വിളിക്കും. Illustration 1, Mr. Gambir Mitra paid 42,000 together with the return. Show the treatment under section 140A from the following data. അപ്പൊ നോക്കൂ, ടാക്സ് ലയബിലിറ്റി ഒരു 82,000. ഞാൻ നേരത്തെ എക്സാമ്പിൾ കാണിച്ചു, 82,000. ഇൻട്രസ്റ്റ് പേയബിൾ 750. ഇൻട്രസ്റ്റ് പേയബിൾ അണ്ടർ സെക്ഷൻ 234B, 234C, പിന്നെ ഫീ അണ്ടർ സെക്ഷൻ 234F. അങ്ങനെ അഡ്വാൻസ് ടാക്സ് പെയ്ഡ് 1,500, അഡ്വാൻസ് ടാക്സ് 6,000. അപ്പൊ നമ്മൾ ഈ പൈസ അടച്ചത് എങ്ങനെയാണ്? 42,000 രൂപയാണ് ആൾ അടച്ചത്. അപ്പൊ ആളുടെ ആദ്യം ടാക്സ് പേയബിൾ നോക്കി വെക്കാം. ടാക്സ് ലയബിലിറ്റി 82,000, ഫീസ് ഇൻട്രസ്റ്റ് ഒക്കെ കൂടി 11,140, അങ്ങനെ മൊത്തം 93,140 ആണ് ആൾ അടയ്ക്കാനുള്ളത്. അതിലേക്ക് എങ്ങനെ വന്നിട്ടുണ്ട്? അഡ്വാൻസ് ടാക്സ് ആയിട്ടും TDS ആയിട്ടും 1,500 പ്ലസ് 6,000, അതായത് 7,500 വന്നിട്ടുണ്ട്. അപ്പൊ 7,500 കുറച്ചു, ബാക്കി എത്ര അടയ്ക്കാനുള്ളത്? ആള് 85,640 അടയ്ക്കാനുണ്ട് അല്ലെ? അപ്പൊ 85,640 അടയ്ക്കാനുള്ളതിൽ ആളെ എത്ര രൂപ അടച്ചിട്ടുള്ളൂ? 42,000 അടച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ അല്ലെ? അപ്പൊ ഈ 42,000 എങ്ങനെ വരവയ്ക്കുന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ട്രീറ്റ്മെന്റ് ഓഫ് എമൗണ്ട് പെയ്ഡ് 42,000 ഷാൽ ബി ഫസ്റ്റ് അഡ്ജസ്റ്റഡ് വിത്ത് ഫീ പേയബിൾ, ദാറ്റ് ഈസ് 5,000, ആൻഡ് ദെൻ വിത്ത് ഇൻട്രസ്റ്റ് പേയബിൾ 6,140. ആൻഡ് ദ ബാലൻസ് എമൗണ്ട് 30,860 ഷാൽ ബി അഡ്ജസ്റ്റഡ് ടുവേഴ്സ് ടാക്സ് ലയബിലിറ്റി. ഫൈനൽ ടാക്സ് യെറ്റ് ടു ബി പെയ്ഡ് 43,640. അപ്പൊ 85,640 42,000 കുറയ്ക്കുമ്പോൾ ബാക്കി 43,640 ടാക്സ് ഇനിയും പേ ചെയ്യാനുള്ളതായിട്ടുള്ളതാണ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ 93,140 എങ്ങനെയാണ് ഓർഡർ ഓഫ് പേയ്മെന്റ്? ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ് ഇതിലേക്ക് വരുന്നത് കേട്ടോ. അപ്പൊ എത്ര രൂപയാണ് ഇനി എമൗണ്ട് പേയബിൾ ആയിട്ടുള്ളത്? 85,640. അപ്പൊ 85,640 42,000 കുറയ്ക്കുമ്പോൾ ബാക്കി 43,640 ഇനി എന്ത് അടയ്ക്കാനുണ്ട്? നമ്മുടെ ടാക്സ് ആയിട്ട് അടയ്ക്കണം. അപ്പൊ ആദ്യം കിട്ടിയ എമൗണ്ടുകളൊക്കെ എന്തിലേക്ക് ആദ്യം വരവയ്ക്കുക? ആദ്യം ഫീ, അത് കഴിഞ്ഞിട്ട് ഇൻട്രസ്റ്റ്, ലാസ്റ്റ് ആണ് ടാക്സിലേക്ക് കിട്ടിയതായിട്ട് കണക്കാക്കുന്നത്. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ. ഇനി ഇന്റിമേഷൻ ഓർ അസസ്മെന്റ് ബൈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. നമ്മള് എന്താ പറയാ, റിട്ടേൺ ഫയൽ ചെയ്യുക, സെൽഫ് അസസ്മെന്റ് കഴിഞ്ഞിട്ട് റിട്ടേൺ ഫയൽ ചെയ്യുക ടാക്സ് അടച്ചിട്ട്. അപ്പൊ അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ റിട്ടേൺ സബ്മിറ്റ് ചെയ്തതിന്റെ ഇന്റിമേഷനും കാര്യങ്ങളൊക്കെ എന്ത് വരും? നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. After submission of return or non-submission of return by the assessee, assessment is made by the income tax department. The assessing officer can assess the income of the assessment in any of the following manner. അപ്പൊ അസസ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യാം? ഇന്റിമേഷൻ അണ്ടർ സെക്ഷൻ 143(1), അതായത് സെൽഫ് അസസ്മെന്റ് ചെയ്തിട്ട് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഒരു ഇന്റിമേഷൻ തരുന്നു 143(1), നിങ്ങളുടെ ഈ റിട്ടേൺ വാസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആൻഡ് ഫയൽഡ് എന്ന് പറഞ്ഞിട്ട് 143(1) ഇതൊക്കെയാണ് നിങ്ങളുടെ അൺചാർജഡ് ഇൻകം, നിങ്ങൾ ഇത്ര ഡിഡക്ഷൻ ചെയ്തു, ഇത്രയാണ് നിങ്ങൾ ടാക്സ് പേയബിൾ ആയിട്ട് സെൽഫ് അസസ്മെന്റ് ടാക്സ് പേയ്ഡ് എന്ന് പറഞ്ഞിട്ട് ഇന്റിമേഷൻ തരും. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്ക്രൂട്ടനി അസസ്മെന്റ് 143(3). അതായത് സ്ക്രൂട്ടനി അസസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തു, അപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ അല്ലെങ്കിൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഇൻകത്തിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? നമ്മളെടുക്കുന്ന നോട്ടീസുകൾ ഫർദർ ആയിട്ട് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ട് നിങ്ങൾ കുറച്ച് ഇൻഫോർമേഷൻ തരണം, അല്ലെങ്കിൽ നിങ്ങളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കൊണ്ടുവരണം, അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ബുക്കുകളൊക്കെ കൂടി ഓഡിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരിക്കും. വാല്യുവേഷൻ ഓഫീസർക്ക് റെഫർ ചെയ്യും, ഇന്ന കാര്യങ്ങളുടെ വാല്യുവേഷൻ, ഇൻവെസ്റ്റ്മെന്റ് വാല്യുവേഷൻ ഒക്കെ കൊണ്ട് റെഫർ ചെയ്തിട്ട് വീണ്ടും ഇൻഫോർമേഷൻ കളക്ട് ചെയ്തിട്ട് ചെയ്യുന്ന അസസ്മെന്റിനെയാണ് സ്ക്രൂട്ടിനി അസസ്മെന്റ്. അപ്പൊ സ്ക്രൂട്ടിനി എന്നാണ് പറയുന്നത്. ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് റിട്ടേൺ ഫയൽ ചെയ്തില്ല, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്തു? നോട്ടീസുകൾ അയച്ചു, നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യോ? അപ്പൊ ഒരുപാട് നമ്മൾ എൻക്വയറിക്ക് വിളിച്ചു, ഒന്നും നമ്മൾ ഹാജരായില്ലെങ്കിൽ അവർക്ക് വേറെ മാർഗമില്ല, അവരെന്ത് ചെയ്യും?
അവർക്ക് കഴിയാവുന്ന രീതിയിൽ എൻക്വയറി നടത്തിയിട്ട് അവർ കിട്ടുന്ന ഡാറ്റ വെച്ചിട്ട് നമ്മുടെ ഇൻകം അസസ് ചെയ്തിട്ട് അസസ്മെന്റ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്റിമേഷൻ തരും. ഇൻകം എസ്കേപ്പിംഗ് അസസ്മെന്റ് 147 ഇതേപോലെ തന്നെ ഇൻകം എസ്കേപ്പിംഗ് അസസ്മെന്റ്. Okay. For making assessment, the assessing officer can make enquiry provision related to enquiry before assessment error center. Enquiry before assessment. അപ്പൊ അസസ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് ഒരുപാട് അന്വേഷണം നടത്താം. ഇഷ്യൂ ഓഫ് നോട്ടീസ് ടു ദ അസസി 142(1). അപ്പൊ 142 എന്ന് പറയുന്നത് നോട്ടീസിന്റെ സെക്ഷൻ ആണ് കേട്ടോ. 142(1). അപ്പോ എന്തിനാണ് നോട്ടീസ് അയക്കുന്നത്? നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് നോട്ടീസ് തരും. 142(1) സബ്സെക്ഷൻ 1 പ്രകാരം എന്ത് ചെയ്യും? നിങ്ങൾ ദയവ് ചെയ്ത് റിട്ടേൺ ഫയൽ ചെയ്യണം. To produce accounts and documents. അപ്പൊ 142(1) subsection 2 and 3 നിങ്ങളുടെ ഡോക്യുമെന്റ്സ്. അപ്പൊ റിട്ടേൺ ഫയൽ ചെയ്യാൻ പറഞ്ഞിട്ട് സെക്ഷൻ 142(1) റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പറയും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കുറച്ചും കൂടെ ബുക്സും അക്കൗണ്ട്സ് ചെയ്യണം. അപ്പൊ 142(1) subsection 2 and 3. ഇനി മേക്കിംഗ് എൻക്വയറി 142(2). അപ്പൊ എന്താണ് ഈ മേക്കിംഗ് എൻക്വയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്ഷൻസ് ഉണ്ടല്ലോ 141 subsection 1, 142 subsection 1, 2, 3 ഇതൊക്കെ അസസിയോട് നേരിട്ട് ആര് ചോദിക്കുന്നു? നമ്മുടെ അസസിംഗ് ഓഫീസർ നേരിട്ട് ചോദിക്കുകയാണ്. ഇന്ന കാര്യങ്ങൾ എന്താണ്? നിങ്ങളുടെ ബുക്ക് കൊണ്ടുപോയോ? നിങ്ങൾ കുറച്ച് ഡോക്യുമെന്റ്സ് വേണം, എന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടെ അറിയാനുണ്ട്. അപ്പൊ ഇതൊക്കെ അസസിയോട് നേരിട്ട് ചോദിക്കലാണ് 142 സബ്സെക്ഷൻ 1. അതിന്റെ വീണ്ടും ക്ലോസ് 1, 2, 3 ഒക്കെ. ഇനി മേക്കിംഗ് എൻക്വയറി 142(2) എന്ന് പറയുന്നത് എന്താ വെച്ചാല് വേറെ അതർ സോഴ്സിലൂടെ എന്ത് ചെയ്യാം? എൻക്വയറി നടത്താം അസസിംഗ് ഓഫീസർ. അപ്പൊ 142 സബ്സെക്ഷൻ 1 ക്ലോസ് 1, 2, 3 ഒക്കെ എന്താണ്? അസസിയുമായിട്ട് നേരിട്ട് കോണ്ടാക്ട് ചെയ്ത് ഇൻഫോർമേഷൻ കളക്ട് ചെയ്താണ് ഈ ആദ്യത്തെ സെക്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തേത് പറഞ്ഞിരിക്കുന്നത് മേക്കിംഗ് എൻക്വയറി 142 സബ്സെക്ഷൻ 2. സബ്സെക്ഷൻ 1 അപ്പോ അസസിയായിട്ട് നേരിട്ട് 142 സബ്സെക്ഷൻ 2 എന്ന് പറയുന്നത് വേറെ സോഴ്സസ് വഴി അസസിനെ കുറിച്ചിട്ട് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാനാണ് ആർക്ക്? അസസിംഗ് ഓഫീസർക്ക്. ഇനി ഗീവൻ ഡയറക്ഷൻ ടു ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ടു ബി ഓഡിറ്റഡ്. അപ്പൊ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യാൻ. അപ്പോ ഈ ഇവരുടെ ബുക്ക് കൊടുന്നു. നമ്മൾ എന്ത് പറയാ 142 സബ്സെക്ഷൻ 1 ക്ലോസ് 2, 3 പ്രകാരം എന്ത് ചെയ്തു? ഇവരെടുത്ത് ബുക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ബുക്ക് കൊടുന്നു. ആ ബുക്ക് കൊടുന്നപ്പോ അതിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഓരോ ഡാറ്റാസും എൻട്രീസുകളൊന്നും ജോയിൻ വരിക്ക് ഇട്ടിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യാൻ പറയും? നിങ്ങളിത് ഞങ്ങൾക്ക് ഇത് നോക്കാൻ സമയമില്ല, നിങ്ങൾ എന്ത് ചെയ്യുക? ഈ അക്കൗണ്ട് ബുക്ക് ഓഡിറ്റ് ചെയ്യാൻ പറയും. അപ്പൊ ഓഡിറ്റ് ചെയ്യാനായിട്ട് ഈ പറയുന്ന ഇവരെന്നെ റെക്കമെൻഡ് ചെയ്യും. ഇന്ന ഓഡിറ്റേഴ്സിനോട് ഓഡിറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറയും. ഓക്കെ. അപ്പൊ ഇത് ആരുടെ ആവശ്യമാണ്? ഇൻകം ടാക്സിന്റെ ആവശ്യം, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് ഇതിന്റെ ഫീസ് വീണ്ടും ഓഡിറ്റ് ചെയ്യേണ്ട ഒരു ഫീസ് വരുമല്ലോ, അത് അസസ് സഹിക്കില്ല. ആർക്കാണ് ഡൗട്ട് ഉള്ളത്? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. അപ്പോ ഡൗട്ടുള്ള ആൾക്കാർ ഡൗട്ട് തീർക്കട്ടെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെലവ് ആര് വഹിക്കേണ്ടത്? ഡൗട്ടുള്ള ആൾക്കാർ വഹിക്കേണ്ടി വരും. ഞങ്ങൾക്ക് ഡൗട്ടില്ല. ഓക്കെ. അപ്പോ ഓഡിറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഓഡിറ്റിന്റെ ചെലവ് വഹിക്കേണ്ടത് ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഇത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് സെൻട്രൽ ഗവൺമെന്റ് ആണ്. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ആണ് വീണ്ടും ഓഡിറ്റ് ചെയ്യാനായിട്ട് അസസിയുടെ ബുക്ക് റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവര് പറയുന്ന ഓഡിറ്ററെ വെച്ചിട്ട് ഓഡിറ്റ് ചെയ്യിപ്പിക്കുക. ഓഡിറ്റിന്റെ ചെലവും ആരിനെ വഹിക്കും? ഡിപ്പാർട്ട്മെന്റിനാണ് വഹിക്കുന്നതായിരിക്കും. ഓപ്പർച്യൂണിറ്റി ഓഫ് ബി ഹെഡ്. ഓപ്പർച്യൂണിറ്റി ഓഫ് ബി ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ അസസ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വേണം ഈ ഇവര് ഒരു കുറ്റവാളിയെ പോലെ തന്നെ ചെയ്ത് അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കണം. അപ്പോ അസസിക്കെതിരെ എന്തെങ്കിലും ആക്ഷനോ കാര്യങ്ങളൊക്കെ എടുക്കുന്നതിന് മുമ്പ് എന്താണ് തെറ്റുകൾ, എന്താണ് ശരി എന്നുള്ളത് നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് ഓഫ് ബി ഹെഡ് അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് അവർക്കൊരു അവസരം കൊടുക്കണം. ആർക്ക്? അസസിക്ക് അവസരം കൊടുക്കുന്നതാണ് ഓപ്പോസിറ്റ് ഓഫ് ബി ഹെഡ് പറയുന്നത്. എസ്റ്റിമേഷൻ ബൈ വാല്യുവേഷൻ ഓഫീസർ ഇൻ സർട്ടൻ കേസസ്. അപ്പോ നമ്മുടെ അസസിക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റോ അല്ല അസസിയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ വാല്യൂമായിട്ട് ഒരു തർക്കവിഷയം ആർക്ക്? അസസിംഗ് ഓഫീസർക്ക്. അപ്പൊ അസസിംഗ് ഓഫീസർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു വാല്യുവേഷൻ ഓഫീസർക്ക് റെഫർ ചെയ്യാം. എന്തെങ്കിലും അസറ്റിന്റെ കേസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിന്റെ വാല്യൂ തർക്കം ഉണ്ടെങ്കിൽ വാല്യുവേഷൻ ഓഫീസർക്ക് റെഫർ ചെയ്തിട്ട് ആളുടെ ഡിസിഷൻ പ്രകാരം അസസിംഗ് ഓഫീസർക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഡിസിഷൻ എടുക്കാവുന്നതാണ്. എസ്റ്റിമേഷൻ ബൈ വാല്യുവേഷൻ ഓഫീസർ ഇൻ സർട്ടൻ കേസസ്. ഓക്കെ. അപ്പൊ ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ള സെക്ഷൻസിന്റെ എക്സ്പ്ലനേഷൻ. ഇഷ്യൂ ഓഫ് നോട്ടീസ് ടു ദ അസസി. അസസിക്ക് നോട്ടീസ് ഫയൽ ചെയ്യാം. 142(1) എന്താണ്? റിട്ടേൺ ഫയൽ ചെയ്യാൻ പറഞ്ഞു. റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ എന്ത് പറയും? നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ പറഞ്ഞ നോട്ടീസ് ആയി. നോട്ടീസ് ടു സബ്മിറ്റ് റിട്ടേൺ. In case assessee has not furnished the return income, it is not mandatory for the assessing officer to issue notice under 141(1). He wishes to make best judgment assessment. Okay. In case the assessee has not furnished the return of income, it is not mandatory for assessing officer to issue 141. അപ്പോ റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ നോട്ടീസ് അയക്കേണ്ടത് മാൻഡേറ്ററി അല്ല. It is not mandatory for the assessing officer to issue 142(1) if he wishes to make best judgment assessment. അപ്പൊ ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് ചെയ്യാനുള്ള പ്ലാനെങ്കിൽ അങ്ങേക്ക് നോട്ടീസ് അയക്കേണ്ട കാര്യമില്ല. റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല. നോട്ടീസ് ടു പ്രൊഡ്യൂസ് അക്കൗണ്ട്സ് ഡോക്യുമെന്റ്സ്. The assessing officer may ask to assessee to produce such documents of account as may require. ആൾക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് ഇവരെടുത്ത് ഹാജരാക്കാൻ പറയാം.
exception. Assessee officer shall not require the production of any accounts pertaining to period more than 3 years prior to the previous year. അപ്പൊ ബുക്കൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പ്രീവിയസ് ഇയറിന്റെ തൊട്ട് മുകളിൽ 3 വർഷത്തിന് മേലെ എന്ത് ചെയ്യാൻ പാടില്ല, ബുക്കുകളൊന്നും കൊണ്ടുവരാൻ പറയരുത്. അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കേസാണ്. നോട്ടീസ് ടു ഫർണിഷ് ഇൻഫോർമേഷൻസ് നമുക്ക് ആവശ്യമുള്ളത് കൊണ്ടുവരാൻ പറയാം. Assessing officer may require the assessee to furnish writing information in such form and in such point or matters as may require, including statement of all assets and liabilities of the assessee, whether included the accounts or not. However, prior approval of the joint commissioner shall be obtained before requiring the assessee to furnish statement of all assets and liabilities not included in the accounts. അപ്പൊ അക്കൗണ്ട്സിൽ ഉള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് ചോദിക്കാം. ഇല്ലാത്ത അസറ്റ് ലയബിലിറ്റീസിനെ കുറിച്ച് ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എന്ത് വേണം, പ്രയർ അപ്രൂവൽ ഓഫ് ജോയിന്റ് കമ്മീഷണർ. അപ്പൊ കുറച്ചുകൂടെ ഹയർ അതോറിറ്റീസിന്റെ അപ്രൂവൽ ഉണ്ടെങ്കിലാണ് അക്കൗണ്ട്സിൽ ഇല്ലാത്ത വിഷയങ്ങളെ കുറിച്ചിട്ട് അവർക്ക് എടുത്ത് ചോദിക്കാൻ പറ്റുള്ളൂ. ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റും. ഓക്കെ. മേക്കിംഗ് എൻക്വയറി 142. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. 142(1) പറയുന്നത് എന്താ വെച്ചാൽ അസസ്സിയുമായിട്ട് നേരിട്ടിട്ട് ഉള്ള ഇടപാട്. 142 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസസ്സി അല്ലാതെ അസസിംഗ് ഓഫീസർക്ക് പുറമെ അസസ്സിനെ കുറിച്ചിട്ട് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാന്ന് പറയും. For the purpose of obtaining full information in respect of the income or loss of any person, the assessing officer may make such inquiry as he may consider. 142(1) direct, 142 indirect ആയിട്ട് ഇൻഫോർമേഷൻ. Giving direction to get books of accounts audited. Audit ചെയ്യാൻ പറഞ്ഞിട്ട് ഡയറക്ഷൻസ് കൊടുക്കാം. The assessing officer, after giving reasonable opportunity to assessee, may direct the assessee to get his accounts audited if he is of the opinion that it is necessary to so, having regard to the nature and complexity of the accounts. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആള് ബുക്കൊക്കെ കൊടുന്നു, പക്ഷെ ബുക്കിലൊക്കെ ഭയങ്കര കോംപ്ലക്സിറ്റിയാണ്. അങ്ങനെ ചക്ക കുഴണ പോലെ കുഴഞ്ഞിട്ടാണ്. അത് നോക്കിയിട്ടൊന്നും കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഓഡിറ്റ് ചെയ്യാനായിട്ട് പറയാം. ഓക്കെ. അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓഫ് റവന്യൂ, അതായത് ഗവൺമെന്റിന് റവന്യൂ നഷ്ടപ്പെടുക എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ ഒന്നുകൂടെ അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യാം. Such direction can be issued even if the accounts of the assessee have already been audited. അപ്പോൾ ഓൾറെഡി ഓഡിറ്റ് ചെയ്തിട്ടുണ്ട്. 44AB ടാക്സ് ഓഡിറ്റ് പ്രകാരം ഓഡിറ്റ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങേർക്ക് വീണ്ടും ഓഡിറ്റ് ചെയ്യാൻ പറയാൻ പറ്റുമോ? പറ്റും. അപ്പൊ വീണ്ടും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ വീണ്ടും ഒന്നും കൂടെ ഓഡിറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് തെറ്റില്ല. ശ്രദ്ധിക്കുക. പക്ഷെ ഓൾറെഡി ഓഡിറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓഡിറ്റ് ചെയ്യുന്നത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരിക്കും. Such direction can be issued only if the prior approval of the principal, chief commissioner, principal commissioner, അവരുടെ പ്രയർ അപ്രൂവൽ ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഓഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരാളെ ഓഡിറ്റ് ചെയ്തത് വീണ്ടും നമ്മൾ ചലഞ്ച് ചെയ്യാണ് അല്ലെ. ഓക്കെ. അപ്പൊ അത് ഇച്ചിരി പ്രശ്നമാണ്. അപ്പൊ പ്രയർ അപ്രൂവൽ വേണം. ജോയിന്റ് കമ്മീഷൻ അല്ല, പ്രയർ അപ്രൂവൽ ഓഫ് ദ ചീഫ് കമ്മീഷണർ ഉണ്ട്, കുറച്ചും കൂടെ വലിയ ഹയർ അതോറിറ്റി. ഓക്കെ. ഇനി പറയുന്നത് ദ പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ നോമിനേറ്റ് സച്ച് ഓഡിറ്റർ. അപ്പോ വീണ്ടും അസസ്സിക്ക് താല്പര്യമുള്ള ഓഡിറ്ററോട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവര് റെക്കമെൻഡ് ചെയ്യും, അതായത് ഹയർ അതോറിറ്റിയുടെ അപ്രൂവൽ വേണമെന്ന് പറഞ്ഞല്ലോ, ആ ഹയർ അതോറിറ്റി കൊടുക്കും, ഇതാണ് ഈ ഓഡിറ്ററോട് അപ്പോയിന്റ് ചെയ്താൽ പറ്റും. അല്ലെങ്കിൽ കാരണം അവർക്ക് പ്രശ്നവും, ഒരാൾ ഓഡിറ്റ് ചെയ്തത് ചലഞ്ച് ചെയ്യാന്ന് പറയുമ്പോൾ മോശമല്ല. Such order can be issued at any stage of the proceeding before the assessing officer. However, no such order shall be issued after completion of assessment. അപ്പൊ അസസ്മെന്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വീണ്ടും ഓഡിറ്റ് ചെയ്യാൻ പറയുന്നത് അർത്ഥമില്ല. Time limit for audit report. The audit report shall be furnished by the assessee within the period specified by the assessing officer. The assessing officer has the power to extend such period. അപ്പൊ അസസിംഗ് ഓഫീസർ പറഞ്ഞിട്ടുള്ള പീരീഡിനുള്ളിൽ ചെയ്യണം. അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് എക്സ്റ്റെൻഡ് ചെയ്യാന്ന് പറയുന്നത് ചെയ്യാൻ പറ്റും. However, the aggregate period fixed originally and extended shall not exceed 180 days from the date on which the direction of. അപ്പൊ 180 ദിവസത്തിനും കൂടാൻ പാടില്ല. അതായത് ആദ്യം ഒരു പീരീഡ് കൊടുക്കാം, അത് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ടോട്ടൽ അനുവദിച്ചിട്ടുള്ള ആദ്യത്തെ പീരീഡും പ്ലസ് എക്സ്റ്റൻഷൻ ചെയ്തത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഓർഡർ കൊടുക്കില്ലേ ഓഡിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്, ആ ഓർഡർ കൊടുക്കുന്നതിന് 180 ദിവസത്തിനായിട്ട് വിട്ടു പോകാൻ പറ്റില്ല. അതിനുള്ളിൽ റിപ്പോർട്ട് ആര് ചെയ്യേണ്ടി വരും, ഓഡിറ്റർ കൊടുക്കേണ്ടി വരും. ആർക്ക്? അസസിംഗ് ഓഫീസർ. Form of audit report 6B ആണ്. Form 6B audit report വരുന്നു. Audit fees and audit expenditure shall be determined by the principal chief commissioner shall be and paid by the central government. അപ്പോ ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യമാണ് ഓഡിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ആ ഫീസ് ആരെന്നെ ചെയ്യണം, ഡിപ്പാർട്ട്മെന്റിനെ വഹിക്കണം, അതായത് സെൻട്രൽ ഗവൺമെന്റ്. Consequence of failure to books of accounts audited. അപ്പൊ the best judgment assessment ചെയ്യും, ആൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. Attract penalty and prosecution. Okay. Opportunity of be heard. The assessee must be given an opportunity to be heard in respect of any material gathered on the basis of any inquiry 142 or any audit under section 142A and is proposed to be utilized for the purpose of the assessment. Estimation by valuation officer. ഞാൻ പറഞ്ഞല്ലോ, ഇനി ആർക്ക് നമുക്ക് എന്തെങ്കിലും അസസിംഗ് ഓഫീസർക്ക് നമ്മൾ സമർപ്പിച്ചിട്ടുള്ള എന്തെങ്കിലും അസറ്റിന്റെ കാര്യങ്ങളുടെ വാല്യുവേഷന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആൾക്ക് വാല്യുവേഷൻ ഓഫീസർക്ക് റെഫർ ചെയ്യാം. അതാണ് സെക്ഷൻ 142A എന്ന് പറയുന്നത്. ഓക്കെ.
The assessing officer may, for the purpose of assessment, reassessment, make a reference for valuation officer to estimate the value, including fair market value of any asset, property, investment, and submit a copy of report to him. Valuation officer has some meaning. Wealth Tax Act 1957. Okay, but okay. The assessing officer may make a reference to the valuation officer whether or not he is satisfied about the correctness of the completeness of the accounts of the assessee. Assessee accounts complete valuation officer. Valuation officer on a reference made shall, for the purpose of estimate the value of asset, property or investment, have all the powers that has under the 388B of Wealth Tax Act 1957. Estimate the value of the asset, property or investment after taking account such evidence as the assessee may produce and any other evidence in the possession gathered after giving opportunity of being to the assessee. The valuation officer may estimate the value of the assessee, property or investment to the best of his judgment. The valuation officer shall send a copy of the report to the estimate made to the assessing officer. Assessing officer assessing officer valuation report and assessee within the period of 6 months from the end of the month in which the reference is made. Reference valuation officer 6 months. The assessing officer may, on receipt of the report from the valuation officer and after giving an assessee opportunity to be held, take into account the report making assessment or reassessment. Appo valuation officer report kittittu endu cheya oru opportunity of be head kodutadinu shesham valuation officer ade report idinu vendi namukku consider cheyam mark assessing officer. Facility enquiry of valuation 142B. The central government notified a scheme for the purpose of faceless enquiry. Faceless enquiry. Faceless enquiry എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ നമ്മൾ നേരിട്ട് ഹാജരാവേണ്ട കാര്യങ്ങളാണ്. എന്തെങ്കിലും ബുക്കുകൾ കൊണ്ട് ചെല്ലേ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഇപ്പൊ ഫേസ്ലെസ് എൻക്വയറി ആണ്. ഫേസ്ലെസ് എൻക്വയറി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്റർനെറ്റ് അല്ലെങ്കിൽ നൂതനമായിട്ടുള്ള ടെക്നോളജിയുടെ ബേസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫേസ് ടു ഫേസ് ആളെ കാണാതെ തന്നെ നമ്മുടെ കാര്യങ്ങളും സംശയങ്ങളൊക്കെ നിർണ്ണയിക്കാനുള്ള ഒരു ഉപാധിയാണ് എന്ന് പറയുന്നത് ഫേസ്ലെസ് എൻക്വയറി ഓർ വാല്യുവേഷൻ എന്ന് പറയുന്നത്. The central government notifies scheme for the purpose of issuing notice or making inquiry before assessment or directing the assessee to get his accounts audited or estimating the value of any asset, property, investment by valuation officer 142. അതായത് മുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. So as to import greater efficiency, transparency and accountability, eliminating the interface between income tax authority and valuation officer and the assessee or any person to the extent of technological feasibility. Okay, അപ്പൊ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാൻ ആവശ്യമില്ലല്ലോ, ഫേസ് ടു ഫേസ് കാണേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ കോൺഫറൻസിംഗ് വഴിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ സൈറ്റിൽ അപ്ലോഡിങ് സ്കാൻ ചെയ്തിട്ട് ഡോക്യുമെന്റ്സ് കയറ്റിയിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫേസ്ലെസ് എൻക്വയറി. നമുക്ക് ഡയറക്റ്റ് കാണാൻ പറ്റാതെ നമുക്ക് എന്ത് ചെയ്യാം, ടെക്നോളജിയുടെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് എൻക്വയറിയോ നോട്ടീസോ എന്ത് വേണമെങ്കിൽ നമുക്ക് നടത്താവുന്ന ഒരു സൗകര്യം ഇപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ചെയ്തു തരുന്നുണ്ട്. മുമ്പൊക്കെ വെച്ചാൽ നേരിട്ട് ഇൻകം ടാക്സ് ഓഫീസിൽ പോവുക, സ്ക്രൂട്ടിനി ചെയ്യുക, അവർ ചോദിക്കുന്ന ഉത്തരങ്ങൾക്ക് മറുപടി പറയുക, അങ്ങനെയൊക്കെ കുറച്ച് പേപ്പറൊക്കെ നമ്മൾ ഫിസിക്കലി സബ്മിറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടെ ഫേസ്ലെസ് ആയിട്ട് ഡയറക്റ്റ് ഫേസ് പോവാതെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻകം ടാക്സ് സൈറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ഉത്തരങ്ങളും കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടി നമുക്ക് സമർപ്പിക്കാവുന്ന. അതാണ് ഫേസ്ലെസ് എൻക്വയറി എന്ന് പറയുന്നത് കേട്ടോ. Intimation assessing meant by assessing officer. Intimation 143(1) on the basis of return file. On the basis of further evidence gathered by him, scrutiny assessment 143(3). അപ്പൊ ഇന്റിമേഷൻ അയക്കുകയാണ് അസസ്മെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ട് ബേസിലാണ് ഇന്റിമേഷൻ അയക്കുകയെങ്കിൽ 143 സബ്സെക്ഷൻ 1, സ്ക്രൂട്ടിനി അസസ്മെന്റ് ആണെങ്കിൽ 143(3), ഓൺ ദ ബേസ് ഓഫ് ബെസ്റ്റ് ജഡ്ജ്മെന്റ് ആണെങ്കിൽ 144. അപ്പൊ ബെസ്റ്റ് ജഡ്ജ്മെന്റ് സ്ക്രൂട്ടിനി അസസ്മെന്റ് 143 സബ്സെക്ഷൻ 3, ഓൺ ദ ബേസ് ഓഫ് റെഗുലർ അസസ്മെന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക 143 സബ്സെക്ഷൻ 1. Okay, അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇന്റിമേഷൻ 143(1). When a return has been made under section 139 or response to a notice under 149, such return shall be processed in the following manner. അപ്പൊ എന്തെങ്കിലുമൊക്കെ എറേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും ഓരോ കാര്യങ്ങൾ. ടൈം ലിമിറ്റ് ഓഫ് ഇന്റിമേഷൻ. Now intimation shall be sent after the expiry of 1 year from the end of the financial year in which the return is made. അപ്പോ ഏത് ഫിനാൻഷ്യൽ ഇയറിലാണ് നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്തത്, അതായത് 2021-22 റിട്ടേൺ ഫയൽ. അപ്പൊ അതിന്റെ ഇന്റിമേഷൻ എന്ത് ചെയ്യണം, വിത്തിൻ എക്സ്പയറി ഓഫ് 1 ഇയർ, അതായത് 2021-22 അസസ്മെന്റ് ഇയറിലാണ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തത്. അപ്പൊ ഈ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട് അടുത്ത ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, ഇന്റിമേഷൻ ചെയ്തിരിക്കണം പറഞ്ഞത്. ഓക്കെ, ഇനി സ്ക്രൂട്ടിനി അസസ്മെന്റ്. Where the assessing officer or the prescribed income tax authority collectively referred to as the assessing officer considered it necessary to ensure that assessor has not understated his income, declared excessive loss, underpaid tax. അതായത് ഇൻകം കുറച്ച് കാണിക്കുക, എക്സസീവ് ലോസ് കാണിക്കുക, അണ്ടർപെയ്ഡ് ടാക്സ്, അതായത് ടാക്സ് കുറച്ചടക്കുക. അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാൻ ഉറപ്പ് വരുത്താനായിട്ട് സ്ക്രൂട്ടിനി അസസ്മെന്റ് ചെയ്യാം. അവിടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു നോട്ടീസ്, ടൈം ലിമിറ്റ് ഓഫ് നോട്ടീസ്. അപ്പൊ കണ്ടീഷൻ ഫോർ സ്ക്രൂട്ടിനി അസസ്മെന്റ്, റിട്ടേൺ ഹാസ് ബീൻ ഫൈൽഡ് അല്ലെങ്കിൽ 142(1).
ഒന്നല്ലെങ്കിൽ ആൾ റിട്ടേൺ ഫയൽ സ്ക്രൂട്ടിനി അസസ്മെന്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒന്നല്ലെങ്കിൽ ആൾ സ്വമേധയെ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നോട്ടീസ് അയക്കുക, 142(1) നോട്ടീസ് അയച്ചിട്ട് ആളെ കൊണ്ട് റിട്ടേൺ ഫയൽ ചെയ്യിപ്പിക്കണം. എന്നിട്ടാണ് നമുക്ക് സ്ക്രൂട്ടിനി ചെയ്യാൻ പറ്റുന്നത്. Assessing officer considered it necessary or expedient to ensure that the assessee had not understated his income, declared excessive loss or underpaid tax. അപ്പൊ ഇത് ഉറപ്പുവരുത്താനാണ് പ്രൊസീജിയർ. ആദ്യം ഒരു നോട്ടീസ് അയക്കണം, നോട്ടീസ് ഫോർ സ്ക്രൂട്ടിനി 143(2). എന്ത് നോട്ടീസാ? 142 എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള നോട്ടീസാണ്. 143(2) എന്ന് പറയുന്നത് ആ സെർവ് ചെയ്യുന്നു എന്തുണ്ട് നമ്മുടെ ഡേറ്റ് റിസീവ്ഡ് നോട്ടീസ്. അസസിംഗ് ഓഫീസർ ഷാൽ സെർവ് on the assessee a notice requiring the assessee on the date specified notice to procedure or cause to be produced any evidence on the assessee really it support the return. അപ്പൊ റിട്ടേൺ സമർപ്പിച്ചപ്പോൾ എന്തെങ്കിലും പോരായ്മകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതലായിട്ട് അറിയേണ്ടതായിട്ടുണ്ടാവും അസസിംഗ് ഓഫീസർക്ക്. അപ്പൊ എന്താണ് അറിയേണ്ടതെന്ന് വെച്ചാൽ ഈ ഡേറ്റിൽ നിങ്ങൾ അങ്ങോട്ട് ഹാജരാകുക, ഇന്ന ഡോക്യുമെന്റ്സ് കൊണ്ടുവന്ന് പറയാം. അതാണ് 143(2) എന്ന് പറയുന്നത്. ടൈം ലിമിറ്റ്. No notice shall be served on the assessee after the expiry of 6 months from the end of the financial year in which the return is furnished. അപ്പോ ഏത് ഫിനാൻഷ്യൽ ഇയറിലാണോ റിട്ടേൺ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് ആ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട് 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? സ്ക്രൂട്ടിനിക്ക് വിളിച്ചിരിക്കണം. ഓക്കെ, ക്ലിയർ ആയല്ലോ? No notice shall be served on the assessee after the expiry of 6 months from the end of the financial year in which the return is furnished. അപ്പൊ ഏത് ഫിനാൻഷ്യൽ ഇപ്പൊ 2021-22 അസസ്മെന്റ് ഇയറിൽ റിട്ടേൺ ഫയൽ ചെയ്തു. റിട്ടേൺ ഫയൽ ചെയ്തിട്ട് 31 മാർച്ച് 2022 അസസ്മെന്റ് ഇയർ കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് 6 മാസം, അപ്പൊ 30 സെപ്റ്റംബറിനുള്ളിൽ എന്ത് ചെയ്യണം? സ്ക്രൂട്ടിനിക്ക് വിളിച്ചിരിക്കണം. അല്ലാണ്ട് നോട്ടീസ് വിളിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോ നോട്ടീസ് ഫോർ സ്ക്രൂട്ടിനി നോട്ടീസ് അയക്കാനായിട്ട് പറ്റില്ല 6 മാസം കഴിഞ്ഞാൽ കേട്ടോ. ടൈം ലിമിറ്റ് ഫോർ കംപ്ലീഷൻ ഓഫ് സ്ക്രൂട്ടിനി അസസ്മെന്റ്. സ്ക്രൂട്ടിനി അസസ്മെന്റ് എന്ത് ചെയ്യണം? അസസ്മെന്റ് അണ്ടർ സെക്ഷൻ 143(3) സ്ക്രൂട്ടിനി അസസ്മെന്റ് ഷുഡ് ബി കംപ്ലീറ്റഡ് വിത്തിൻ 12 months ഫ്രം ദ എൻഡ് ഓഫ് ദ റെലവന്റ് അസസ്മെന്റ് ഇയർ. അപ്പൊ റെലവന്റ് അസസ്മെന്റ് കഴിഞ്ഞിട്ട് 6 മാസത്തിനുള്ളിൽ നോട്ടീസ് അയക്കണം. അത് കഴിഞ്ഞിട്ട് 12 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? നമ്മുടെ സ്ക്രൂട്ടിനി അസസ്മെന്റ് കഴിഞ്ഞിരിക്കണം. അപ്പൊ 31 മാർച്ച് 2022 ആണ് ഈ വർഷത്തെ അസസ്മെന്റ് ഇയർ കംപ്ലീഷൻ. അത് കഴിഞ്ഞിട്ട് 31 മാർച്ച് 2023 അസസ്മെന്റ് കഴിഞ്ഞിരിക്കണം സ്ക്രൂട്ടിനി അസസ്മെന്റ്. സ്പെഷ്യൽ പ്രൊസീജിയർ ഇൻ കേസ് ഓഫ് റിസർച്ച് അസോസിയേഷൻ സ്പെഷ്യൽ പ്രൊവിഷൻസ് അസസ്മെന്റ് ഓർഡർ എടുക്കുക. അസസ്മെന്റ് കഴിഞ്ഞതിന് ശേഷം അസസ്മെന്റ് ഓർഡർ എടുക്കുക. ന്യൂ സ്കീം ഫോർ സ്ക്രൂട്ടിനി 143(3) the central government makes scheme for the purpose of making the laws assessing efficiency, transparency and accountability. അതായത് ഫേസ്ലെസ് കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ പരിപാടി. ടെക്നോളജി വിസിബിലിറ്റി. ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് പറഞ്ഞാൽ നമ്മൾ നോട്ടീസ് അയച്ചിട്ട് റിട്ടേൺ ഫയൽ ചെയ്തില്ല, പിന്നെ അവര് സ്വമേധി റിട്ടേൺ ഫയൽ ചെയ്തില്ല, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? വേറെ മാർഗമില്ല അവരുടെ റിട്ടേൺ എത്രയാണ് അല്ലെങ്കിൽ ഇൻകം എത്രയാണെന്ന് അറിയാനായിട്ട്. അതുകൊണ്ട് കിട്ടുന്ന മാർഗങ്ങളിലൂടെ വിവരങ്ങൾ ശേഖരിക്കുക. അസസിംഗ് ഓഫീസർക്ക് കിട്ടുന്ന വിവരത്തിൽ എന്ത് ചെയ്യുക? സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇതാണ് ആളുടെ ഇൻകം, ഇതാണ് ടാക്സ്, ഇത്ര രൂപ അടയ്ക്കാൻ പറഞ്ഞിട്ട് അസസിംഗ് ഓഫീസർ നോട്ടീസ് അയക്കുക, ഡിമാൻഡ് നോട്ടീസ്. ഇത്രയുള്ള പരിപാടി. അപ്പോ എപ്പോഴൊക്കെയാണ് ബെസ്റ്റ് ജഡ്ജ്മെന്റ് ചെയ്യാൻ പറ്റുക? ഇൻ ദ ഫോളോയിങ് സിറ്റുവേഷൻസ് അസസ്മെന്റ് ഷാൽ ബി മെയ്ഡ് അണ്ടർ ദിസ് സെക്ഷൻ 144 പ്രകാരം ബെസ്റ്റ് ജഡ്ജ്മെന്റ്. If the person fails to file return under section 139(1), അതായത് നോർമൽ റിട്ടേൺ ഫയൽ ചെയ്തില്ല. 139(4) എന്ന് പറയുമ്പോൾ ഡിഫക്റ്റീവ് റിവൈസ്ഡ് റിട്ടേൺ. 139(5) എന്ന് പറയുമ്പോൾ നമ്മുടെ ബിലേറ്റഡ് റിട്ടേൺ. ഓക്കെ, അപ്പോ 139(1), 139(4), 139(5) റെഗുലർ റിട്ടേൺ, ബിലേറ്റഡ് റിട്ടേൺ, റിവൈസ് റിട്ടേൺ ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ബെസ്റ്റ് ജഡ്ജ്മെന്റ് പ്രകാരം നമുക്ക് ചെയ്യാവുന്നതാണ്. ഇഫ് ദ പേഴ്സൺ ഫെയിൽസ് ടു കംപ്ലൈ വിത്ത് ദ ടേംസ് ഓഫ് നോട്ടീസ് അണ്ടർ സെക്ഷൻ 142(1), അപ്പോ എൻക്വയറിക്ക് വേണ്ടി 142(1) എന്തെങ്കിലും അയച്ചു കഴിഞ്ഞാൽ അതിനെതിരെ അവരൊന്നും ചെയ്തിട്ടില്ല. റിട്ടേൺ ഫയൽ ചെയ്യാൻ പറഞ്ഞു, അത് ചെയ്തിട്ടില്ല. പിന്നെ വാല്യുവേഷൻ അയക്കാൻ പറഞ്ഞു, അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യാൻ പറഞ്ഞു, ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് ചെയ്യാൻ പറ്റും. അതായത് അസസിംഗ് ഓഫീസർക്ക് ഒരു എൻക്വയറിക്ക് മുമ്പ് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അടുത്ത് എന്തൊക്കെ ചോദിക്കാൻ പറ്റും, അത് ചോദിച്ചിട്ട് യാതൊരു മറുപടിയും കിട്ടിയില്ലെങ്കിൽ നമ്മൾ മുകളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നോട്ടീസ് അയച്ചു, അല്ലെങ്കിൽ ബുക്സ് ഓഡിറ്റ് ചെയ്യാൻ പറഞ്ഞു, ബുക്സ് കൊണ്ടുവരാൻ പറഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ഫർദർ ക്ലാരിഫിക്കേഷൻ വേണ്ടി ഹാജരാൻ പറഞ്ഞു, ഒന്നും ചെയ്തില്ലെങ്കിൽ വേറെ മാർഗമില്ല, 144 ചെയ്യാം. അപ്പൊ ABCD ഇതൊക്കെയാണ് നമ്മുടെ എന്ത് പറയുന്നത് റെഗുലർ അസസ്മെന്റ് ചെയ്യാനായിട്ടുള്ള കാരണങ്ങൾ. ഓക്കെ, ഈ തരത്തിലുള്ള റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല, നോർമൽ റിട്ടേൺ, ബിലേറ്റഡ് റിട്ടേൺ, റിവൈസ് റിട്ടേൺ ഒന്നും ചെയ്തിട്ടില്ല. If the person fails to with the direction of 142(a) requiring a account audited, പിന്നെ 143(2) പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, എവിഡൻസ് ഡോക്യുമെന്റ് ചെയ്തിട്ടില്ല, അങ്ങനെയൊക്കെയാണെങ്കിൽ 144 ജസ്റ്റ് ജഡ്ജ്മെന്റ് ചെയ്താണ്. ഓപ്പർച്യൂണിറ്റി ഓഫ് ബി ഹെഡ് ഞാൻ പറഞ്ഞു. ടൈം ഫോർ കംപ്ലീഷൻ ഓഫ് അസസ്മെന്റ് 143, 12 months ഫ്രം ദ എൻഡ് ഓഫ് ദ റെലവന്റ് അസസ്മെന്റ് ഇയർ കഴിഞ്ഞിട്ട് 12 മാസത്തിനുള്ളിൽ ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് കഴിച്ചിരിക്കാം. ഓക്കെ, ഫേസ്ലെസ് അസസ്മെന്റ് അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഫേസ്ലെസ് നമ്മൾ ഡയറക്ട് കോൺടാക്ട് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ടെക്നോളജിയുടെ ഡെവലപ്മെന്റിലൂടെ കൂടുതൽ നമുക്ക് സമയം ലാഭിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് ആൾക്കാരുടെ റിട്ടേണുകളും കാര്യങ്ങളൊക്കെ അസസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതാണ് ഫേസ്ലെസ് അസസ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. 144(b) അമെന്റ്മെന്റ് സെക്ഷൻ ആണ്.
അത് പ്രത്യേകം നോക്കണം. അതിന് ജസ്റ്റ് കാരണങ്ങൾ ജസ്റ്റ് പറഞ്ഞു മാത്രം. ഓക്കെ. ഇത്രയാണ് നമ്മുടെ അസസ്മെന്റ് പ്രൊസീഡിങ്ങുമായിട്ട് നമുക്ക് നോക്കാം. അപ്പൊ നോക്കുക, ഇതാണ് റീക്യാപ്പ്. ദാറ്റ് മീൻസ് എന്തൊക്കെയാണ് അസസിംഗ് ഓഫീസർക്ക് ചെയ്യാൻ പറ്റുന്നത്. അസസി ഈസ് ലയബിൾ ടു പേ ടാക്സ്. റിട്ടേൺ ഫയൽ ചെയ്തു, കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം. റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് നോട്ടീസ് അയക്കാം. റിട്ടേൺ ഫയൽ ചെയ്യാൻ പറഞ്ഞിട്ട് റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയലിനനുസരിച്ച് എന്ത് ചെയ്യാം, ഇന്റിമേഷൻ അയക്കാം, നമുക്ക് റിട്ടേൺ കിട്ടിയെന്നുണ്ട്. ഇനി 143(2) നോട്ടീസ് അയക്കാവുന്നതാണ്. ഫർദർ എൻക്വയറി ചെയ്യാം. ആ ഫർദർ എൻക്വയറി ചെയ്യുമ്പോൾ നോട്ടീസ് റെസ്പോണ്ട് ചെയ്തിട്ടില്ല, നോട്ടീസ് റെസ്പോണ്ട് ചെയ്തെങ്കിൽ നമുക്ക് റെഗുലർ അസസ്മെന്റ് ചെയ്യാം. നോട്ടീസ് നോട്ട് റെസ്പോണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് ചെയ്യാം. ഇനി നോ റിട്ടേൺ ഫയൽ ആണെങ്കിൽ നേരിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ബെസ്റ്റ് ജഡ്ജ്മെന്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ സ്ക്രൂട്ടിനി അസസ്മെന്റ് ബെസ്റ്റ് ജഡ്ജ്മെന്റ് ചെയ്യാം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് റെഗുലർ അസസ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ റിട്ടേൺ ഫയൽ ചെയ്ത കേസ്, റിട്ടേൺ ഫയൽ ചെയ്യാത്ത കേസ്, റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്റിമേഷൻ വേറെ ഫർദർ ആയിട്ട് ഇന്റിമേഷൻ കൊടുക്കുക. ഇനി ഇന്റിമേഷൻ കൊടുത്തിട്ട് ഫർദർ എന്തെങ്കിലും വിവരങ്ങൾ ആവശ്യമാണെങ്കിൽ നമുക്ക് നോട്ടീസ് കാര്യങ്ങളൊക്കെ അയക്കാം. അത് കഴിഞ്ഞിട്ട് റെഗുലർ അസസ്മെന്റ് ചെയ്യാം, സ്ക്രൂട്ടിനി അസസ്മെന്റ് ചെയ്യാം. ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് ഒന്നും കിട്ടിയിട്ടില്ല, നോട്ടീസ് അയച്ചു വിവരമില്ല, റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് ചെയ്യാവുന്നതാണ്. മുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു ഡയഗ്രാം പോലെ, ഒരു ചാർട്ട് പോലെ പറഞ്ഞത് മാത്രം. ഓക്കെ. പവർ ഓഫ് ജോയിന്റ് കമ്മിറ്റി ടു ഡയറക്ഷൻ ഇൻ സർട്ടൻ കേസസ്. ജോയിന്റ് കമ്മീഷണർക്ക് ചില കേസുകളിൽ എന്ത് ചെയ്യാം, ഡയറക്ഷൻസ് കൊടുക്കാം. ജോയിന്റ് കമ്മീഷൻ മേ ഓൺ ഹിസ് ഓൺ മോഷൻ ഓർ ഓൺ എ റെഫറൻസ് ബീങ് മേഡ് ടു ഹിം ബൈ ദ അസസിംഗ് ഓഫീസർ ഓർ ഓൺ ദ അപ്ലിക്കേഷൻ ഓഫ് എൻ അസസി കോൾ ഫോർ ആൻഡ് എക്സാമിൻ ദ റെക്കോർഡ് ഓഫ് എനി പ്രൊസീഡിംഗ് ഇൻ വിച്ച് ദ അസസ്മെന്റ് ഈസ് പെൻഡിംഗ്. ഇപ്പൊ എന്തെങ്കിലും റെക്കോർഡുകളും കാര്യങ്ങളൊക്കെ ജോയിന്റ് കമ്മീഷണർക്ക് വിളിച്ചിട്ട് എന്തായി, ഏതുവരെ ആ സ്റ്റേജസ് ആയി എന്നുള്ളത് അന്വേഷിക്കാം. ഹാവ് റിഗാർഡ് ടു ദ നാച്ചർ ഓഫ് ദ കേസസ് ഓർ ദ എമൗണ്ട് ഇൻക്ലൂഡ് ഫോർ എനി അതർ റീസൺ ഇഷ്യൂ സച്ച് ഡയറക്ഷൻ ആസ് ഹി തിങ്ക് ഫിറ്റ് the guidance of the assessing officer to enable him to complete the assessment and such direction shall be binding on the assessing officer. അപ്പൊ അസസിംഗ് ഓഫീസർക്ക് എന്തെങ്കിലും ഡയറക്ഷൻസ് കൊടുക്കുകയും അല്ലെങ്കിൽ എന്തെങ്കിലും ഫർദർ ഡയറക്ഷൻസ് ആളോട് എടുപ്പിക്കാൻ പറയുക എന്തെങ്കിലും ചെയ്യാനായിട്ട് പവർ ഓഫ് ജോയിന്റ് കമ്മീഷണറും ഡയറക്ടർക്കും അധികാരമുള്ളതാണ്. റെക്ടിഫിക്കേഷൻ ഓഫ് മിസ്റ്റേക്ക് 154. റെക്ടിഫിക്കേഷൻ ഓഫ് മിസ്റ്റേക്ക് ഇൻ ഇൻകം ടാക്സ് അതോറിറ്റി ഈസ് എംപവർഡ് ടു സിഒ മോട്ടോർ ഓൺ ആപ്ലിക്കേഷൻ ബൈ ദ അസസി. അതായത് എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ പറഞ്ഞിട്ട് നോട്ടീസോ കാര്യങ്ങളോ ആർക്ക് കൊടുത്തു, നമ്മുടെ അസസിക്ക് കൊടുത്തു. അപ്പോ ആ അസസിക്ക് കൊടുത്തിട്ട് എന്തെങ്കിലും എററാന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് അസസിംഗ് ഓഫീസർക്ക് സ്വമേധിയ ആൾക്ക് തോന്നുകയാണ് ചെയ്തത് ശരിയല്ല, അപ്പൊ തിരുത്താം. അല്ലെങ്കിൽ ചിലപ്പോ അസസിയുടെ അപ്ലിക്കേഷൻ വഴി സാർ ഇങ്ങനെയാണ് ചെയ്തത്, അത് ശരിയായിട്ടില്ല തോന്നിയിട്ട് എന്തെങ്കിലും അസസി എന്തെങ്കിലും എടുത്ത് കംപ്ലൈന്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അസസിംഗ് ഓഫീസർക്ക് തോന്നുകയാണ് ശരിയാണ്, അത് ആ സെക്ഷൻ പ്രകാരം കറക്റ്റ് അല്ല, റെലവെന്റ് അല്ല തോന്നി കഴിഞ്ഞാൽ ആളുടെ ഓർഡർ റെക്ടിഫൈ ചെയ്യാനാണ് പറയുന്നത്. Time limit for rectification within 4 years from the end of the financial year in which the order sought to be amended or passed. അപ്പോ 4 വർഷത്തിനുള്ളിലാണ് റെക്ടിഫൈ ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ ഒറിജിനൽ ഓർഡർ എന്നാണ് ഇറക്കിയത്, ആ ഓർഡർ ഇറക്കിയതിനു ശേഷം ആ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്തതിനു ശേഷം 4 വർഷത്തിനുള്ളിൽ റെക്ടിഫൈ ചെയ്തിരിക്കണം കേട്ടോ. ഓപ്പോസിറ്റ് ഓഫ് ബി ഹെഡ്. അപ്പോ എന്തെങ്കിലും ഓർഡർ ഇറക്കിയിട്ട് ആ ഓർഡർ നമ്മുടെ അസസിക്ക് കുറച്ചും കൂടെ അഗെയിൻസ്റ്റ് ആണ് എന്ന് തോന്നുകയാണെങ്കിൽ ആൾക്ക് എന്ത് ചെയ്യണം, ഓപ്പോസിറ്റ് ഓഫ് ബി ഹെഡ് എടുക്കണം. കാരണം ഓൾറെഡി ആളെ അക്സെപ്റ്റ് ചെയ്തതാണ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ട് ഇനി വീണ്ടും അത് കൂടുകയാണെന്ന് പറയുമ്പോൾ അസസിക്ക് കുറച്ചുകൂടെ ടാക്സ് കൂടെ അടയ്ക്കണം എന്ന് പറഞ്ഞാൽ അസസിക്ക് അതൊരു പ്രജുഡീഷ്യൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അപ്പൊ അങ്ങേർക്ക് ഓപ്പോസിറ്റ് ഓഫ് ബി ഹെഡ് കൊടുത്തിട്ട് വേണം ഇത് റെക്ടിഫൈ ചെയ്തിട്ട് ആളുടെ ഒരു ഓർഡർ ആക്കി കൊടുക്കാനായിട്ട് കേട്ടോ. ഡിമാൻഡ് നോട്ടീസ്. ഡിമാൻഡ് നോട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് എന്തെങ്കിലും പൈസ അടയ്ക്കാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അടയ്ക്കാനുണ്ടെങ്കിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആൾക്ക് ഡിമാൻഡ് നോട്ടീസ് അയക്കാം. അപ്പൊ നോട്ടീസ് അണ്ടർ സെക്ഷൻ 156 അസസ്മെന്റ് ഓഫീസർ ഇപ്പോൾ റെഗുലർ അസസ്മെന്റ് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ടാക്സ് കിട്ടാണെങ്കിൽ അതിന് ആൾക്ക് ടാക്സ് കൊടുക്കാം. എമൗണ്ട് ഇത്ര അടയ്ക്കാണ്ട് പറഞ്ഞിട്ട് ഇൻട്രസ്റ്റ് അടയ്ക്കാനുണ്ട് അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കാനുണ്ട്, ബെസ്റ്റ് ജഡ്ജ്മെന്റ് പ്രകാരം ഇത്ര രൂപയാണ് ടാക്സ് അടയ്ക്കാനുള്ളത്, നോട്ടീസ് അയക്കാവുന്നതാണ്. ഓക്കെ. അപ്പൊ ഇത്രയാണ് നമ്മുടെ റെക്ടിഫിക്കേഷനും അസസ്മെന്റ് പ്രൊസീഡിങ്സുമായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പൊ മെയിൻ ആയിട്ട് റെഗുലർ അസസ്മെന്റ്, സെൽഫ് അസസ്മെന്റ്, പിന്നെ നമ്മുടെ സ്ക്രൂട്ടിനി അസസ്മെന്റ്, ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ്, ഇൻകം എസ്കേപ്പിംഗ് അസസ്മെന്റ് സെക്ഷൻസ് നോക്കുക. എന്തൊക്കെയാണ് നമ്മുടെ അസസിംഗ് ഓഫീസർക്ക് അസസിക്ക് ഓർഡർ ചെയ്യാൻ പറ്റുക, റിക്വയർമെന്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഓഡിറ്റ് ചെയ്യാൻ വീണ്ടും ഓഡിറ്റ് ചെയ്യാൻ പറയാൻ പറ്റും ഓൾറെഡി ഓഡിറ്റഡ് ആണെങ്കിൽ, അങ്ങനെയൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ ഇതാണ് അസസ്മെന്റ് പ്രൊസീഡിങ്സ് പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് ഈ ഒരു റീക്യാപ്പ് ചിത്രം നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് എന്ത് കിട്ടും, എന്താണ് അസസിംഗ് ഓഫീസർ അല്ലെങ്കിൽ അസസ്മെന്റ് പ്രൊസീഡിങ്സിന്റെ ഒരു ഓർഡർ എന്നുള്ളത് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ. അപ്പൊ അടുത്തത് ICDS ആണ്. നെക്സ്റ്റ് വീഡിയോസിൽ നമുക്ക് കവർ ചെയ്യാം.